അപ്പോൾ ഇപ്പം മിഥുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കംപ്ലീറ്റ്ലി ലോജിക്കില്ലാത്ത ഒരു മൂവിയാണ്. അപ്പോൾ ശരിക്കും 3ലേക്ക് വരുമ്പോഴും അതേ എക്സ്പെക്ടേഷനിൽ തന്നെയാണ് ഓഡിയൻസ് പോയി കാണേണ്ടത്. തീർച്ചയായും എന്താണോ ആട് 2 എന്താണോ അതേപോലെ തന്നെയാണ്. അതുപോലെ തന്നെ ആട് 3 ഒന്നിലും ഒരു വ്യത്യാസമില്ല. ക്യാൻവാസ് ഇത്തിരി വലുതാണ്, ആർക്കും പ്രത്യേകിച്ച് ഒരു ബുദ്ധിയില്ല. അങ്ങനത്തെ ഒരു കൂട്ടം ക്യാരക്ടേഴ്സ് ഒരു മാറ്റമില്ല. ഓക്കെ. അപ്പോൾ ഷാജി പാപ്പൻ്റെ ആണെങ്കിലും പിള്ളേരുടെ ഇടയ്ക്ക് ചെറിയൊരു മാറ്റമൊക്കെ നമ്മൾ കണ്ടു. ഫുക്രു വന്നതായിട്ട് നമ്മൾ അറിഞ്ഞു, അതിലൊരാൾ പോയതായിട്ട് നമ്മൾ അറിഞ്ഞു. എന്താണ് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. നമ്മൾ ആട് 2-ന് ശേഷം എനിക്ക് തോന്നുന്നു 7 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആട് 3-ന്റെ ഷൂട്ട് നടക്കുന്നത്. അപ്പോഴത്തേക്കും വിനീത് ബാംഗ്ലൂർ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുകയും ആ സ്ഥാപനം ഒന്ന് പച്ച പിടിച്ച് വരുന്ന സമയവുമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഇത്രയും 8-10 മാസമൊക്കെ നീണ്ടുപോകാൻ സാധ്യതയുള്ളൊരു ഷൂട്ടായതുകൊണ്ട് അവൻ അത്രയും സമയം ആക്ച്വലി മാറി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവൻ വന്ന് കോസ്റ്റ്യൂം ട്രയൽ അടക്കം നടത്തിയതാണ്. ലാസ്റ്റ് ഫൈനലി ഒരുപാട് ആലോചിച്ച് കരച്ചിൽ നിലവിളിയായിട്ടാണ് പുള്ളിക്ക് ആ തീരുമാനം എടുക്കേണ്ടി വന്നത്. അങ്ങനെയാണ് ഫുക്രുവിനെ ഇതിലേക്ക് വിളിക്കുന്നത്. ബാക്കി എല്ലാ കാസ്റ്റിനെയും നമ്മൾ നിലനിർത്തിയിട്ടുണ്ട്.